ഈ ക്രിസ്ത്യാനി തമ്മിൽ ഇവിടെ കിടന്ന് ചാടുന്നവർ എത്ര ഉണ്ടെന്നറിയാം. ഞാൻ ഉൾപ്പെടെ ക്രിസ്ത്യാനി ഇന്ത്യ രാജ്യത്ത് 2.5% എന്നത്താണ് കിടന്ന് ചാടുന്നത്. BJP മാന്യത കൊണ്ടല്ലേ അവരെ ചുമന്നുകൊണ്ട് നടക്കുന്നത്. BJP മാന്യത കൊണ്ട് ചുമന്ന് നടക്കേ? എടാ നീ കുറെ നാളായിലൂടെ ഈ കൊണക്കാൻ തുടങ്ങിയിട്ട്. എന്റെ പൊന്നു സഹോദരന്മാരെ, നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ആളുകളൊന്നും ചുമന്ന് നടക്കല്ലേ. എനിക്ക് അതാ പറയാനുള്ളത്. BJP ഔദാര്യം കൊണ്ടാണ് അത്ര ഇവിടെയുള്ള ക്രൈസ്തവർ മുന്നോട്ട് പോകുന്നത്. എടോ, ഇന്ത്യ എന്ന മഹാരാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനും ജീവിക്കാനുള്ള അവകാശമുണ്ട്. നിനക്ക് നാണമുണ്ടോടാ PC ജോർജെ? നിനക്ക് നാണമുണ്ടോ? ഓരോ സമയം ഓരോന്നാ വിളിച്ചു പറയാ. ആദ്യം BJPക്ക് എതിരെ സംസാരിക്കും, അത് കഴിഞ്ഞ് ചേർത്ത് സംസാരിക്കും, അത് കഴിഞ്ഞ് സാമ്പത്തിക നേട്ടത്തിനാണ് ഞാൻ BJPയിൽ നിൽക്കുന്നത് സംസാരിക്കും, ഞാൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് സംസാരിക്കും. പക്ഷെ നീ സത്യത്തിൽ എന്താ ചെയ്യുന്നേ? നീ സത്യം പറയാച്ചെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ മാറ്റി പറയുന്നവനല്ലേ. നിന്നെ വിളിക്കേണ്ട പേര് വേറെയാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് പറയാൻ കഴിയാത്തതുകൊണ്ടാ. നിന്റെ സംസ്കാര ശൂന്യത എനിക്കില്ല. അതുകൊണ്ടാ എന്റെ സഹോദരന്മാരെ, മതം പറഞ്ഞ് സംസാരിക്കാന്ന് നിങ്ങൾ തോന്നിപ്പോവരുത്. ഞാൻ ഹൈന്ദവ മതത്തിൽ ജനിച്ചൊരു മനുഷ്യനാണ്. ആ മതത്തിൽ ജനിച്ചു എന്ന് കരുതിക്കൊണ്ട് ഞാൻ ആ മതം ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള മതങ്ങളെ ചവിട്ടിച്ചാത്ത് നടക്കുന്ന ഒരാളല്ല. എനിക്ക് എല്ലാവരെയും ഒരുപോലെ ഇഷ്ടമാണ്. 2014 ശേഷമാണ് നമ്മൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജാതി, പണ്ടറം, മതം, തേങ്ങാക്കൊല. BJP ഇന്ത്യ എന്ന മഹാരാജ്യം അധികാരം പിടിച്ചെടുത്ത അന്ന് മുതൽ തുടങ്ങിയതാണ്, അല്ലെ? ഇവിടെ ഹിന്ദുവിനോ ക്രൈസ്തവനോ ഇസ്ലാമിനോ എന്ത് സമാധാനമാണ് കിട്ടിയിട്ടുള്ളത്? ഇവർ വന്നതിന് ശേഷമാണ് ഹിന്ദു രാജ്യമാക്കണം, തേങ്ങാക്കൊലയാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് നമ്മുടെ സഹോദരന്മാരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ നിന്ന് ചെവി തിന്നവനല്ലേ PC ജോർജ്? ഞാൻ ക്രിസ്ത്യാനിയാണ്, ക്രിസ്ത്യാനി മറ്റേ തേങ്ങയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് നേരെ വരുന്ന എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇവ ഇടപെട്ടിട്ടുണ്ടാ? ഇല്ല. ഇവൻ എങ്ങാനും പൂഞ്ഞാറിൽ ജയിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ക്രൈസ്തവന്റെ അവസ്ഥ പരിതാപകരായിരിക്കും. ഒരു 8ന്റെ പണി വന്നിട്ട് ഒരു ബില്ല് പാസ്സാക്കാൻ പോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിനാ ഇവന്റെ മകനും ചേർന്നുകൊണ്ട് എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വല്ലാത്ത അവസ്ഥയാണ്. എന്തായാലും കുറച്ച് കാര്യങ്ങളൊന്നും സംസാരിക്കാനുണ്ട്, കാണാം. തലക്ക് സ്ഥിരത ഇല്ലാത്തത് നിനക്കാണ്. നീയാണ് ഈ BJP കുറ്റം പറഞ്ഞ് മുന്നേ കുറെ നടന്നിട്ടുള്ളത്. പിന്നെ ആ ചേർത്ത് സംസാരിക്കുന്നു. പിന്നെ ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്നൊരു പുരോഹിതൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം. അത് നിന്റെ കക്ഷത്തിലല്ല ഇരിക്കുന്നത്, അത് അദ്ദേഹത്തിന്റെ നാക്കിന്റെ മുകളിലായിരിക്കുന്നത്. അദ്ദേഹം അത് പറയും. പിന്നെ കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. സഹിക്കാൻ വയ്യ നിങ്ങളുടെ ഈ ഒരു പേക്കൂത്ത്. ആ നോർത്ത് ഇന്ത്യയിൽ കാണിച്ചു കൂട്ടുന്നത് നമ്മുടെ നാട്ടിൽ നടക്കാത്തത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഉള്ളത് കൊണ്ടാണ്. ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നുള്ളൂ എന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ നശിച്ചേനെ. 10-70 വർഷത്തോളം ഇവർ മാറി മാറി ഭരിച്ചുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അതിലിപ്പോഴും ആവർത്തിക്കുന്ന, അതിപ്പോഴും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ഇതുവരെ വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ സഹിക്കാൻ തയ്യാറാണ്. പക്ഷെ 2014 ശേഷം കുത്തനെ അങ്ങ് കയറിപ്പോയിട്ടുണ്ട്. GDP താഴോട്ടും ഇവിടെയുള്ള വില വർധന അങ്ങ് മുകളിലോട്ട് പോയിട്ടുള്ളത്. ഗ്യാസിന്റെ വില, പെട്രോളിന്റെ വില, എന്തിനൊക്കെയാണ് വില കൂട്ടിയിട്ടുള്ളത്? എത്ര സർക്കാർ സ്ഥാപനങ്ങളാണ് പ്രൈവറ്റ് കമ്പനികൾക്ക് വിട്ടുകൊടുത്തിട്ടുള്ളത്, വിറ്റ് തൊലച്ചിട്ടുള്ളത്? ഇതൊന്നും നമ്മൾ കാണുന്നില്ലേ? ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? അതോ ഞങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? BJP ഇനി BJPയെ കുറിച്ചിട്ട് ഇപ്പൊ താരാട്ട് പാടുന്നത് കേൾപ്പിക്കാം. BJPയെ കുറ്റം പറഞ്ഞവന് തീരെ പറ്റൂല പോലും. വേറൊരു കൂതറ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ കേൾപ്പിച്ചു തരാം. മോദി ഒരു തികഞ്ഞ പരാജയമാണ് ഇന്ത്യയിൽ, ഒരു സംശയം വേണ്ട. 5-1 പെട്രോളിന്റെ വില കുറഞ്ഞിട്ടും ഇപ്പോഴും പെട്രോൾ വില കൂട്ടിക്കൊണ്ടിരിക്കുന്ന മോദി ഈ പണം മുഴുവൻ എങ്ങോട്ട് കൊണ്ടുപോകുന്ന അറിയണ്ടേ? അത് കേരളത്തെയും ഇന്ത്യയും വിറ്റ് ചുട്ടു തിന്നുന്നത് തുല്യമാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടി എന്നാണ് എന്റെ അഭിപ്രായം. ആദ്യം ഞാൻ വിചാരിച്ച മോദി ഒരു നല്ല പ്രധാനമന്ത്രിയാണെന്നാണ് എന്റെ ഒരു മനസ്സിൽ. പക്ഷെ ഇപ്പോ ഇന്ത്യ കണ്ട ഏറ്റവും മോശം പ്രധാനമന്ത്രി അദ്ദേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുക. റിസർവ് ബാങ്ക് കൂടെ കൊള്ളയടിച്ചോണ്ടിരിക്കും. ഇടക്കിടക്ക് ഇങ്ങനെ തന്തയെ മാറ്റി പറയുന്ന ആൾക്കാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങളിപ്പോ കണ്ടല്ലോ, ആ സ്വഭാവം നമുക്കില്ല. ഷിഹാബ് എന്ന പേരിൽ ഒരാള് ഒരൊറ്റ പോസ്റ്റ് ഇട്ടിട്ടുള്ള, അവൻ 406 ഫോളോവേഴ്സ് ഉണ്ട്. അവൻ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ച ഒരു ശബ്ദ സന്ദേശമാണ്. അത് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം, കാണിച്ചു തരാം. മോനെ, BJPക്കാരെ കുറ്റം പറഞ്ഞ് നടക്കാൻ എനിക്കൊരു ധൈര്യം കിട്ടി. ഇന്റെ ഫോൺ നമ്പർ നോക്കണ്ടേ? അവന് ഫോൺ നമ്പർ അയച്ചു കൊടുക്കണം. എനിക്കുള്ള മയാകെ ജീവിച്ചു പോകേണ്ടി കേട്ടില്ലേ? ഉണ്ടാണ്ട് ബായ് പൊത്തി വീട്ടിലിരുന്നു.
അതാ എനിക്ക് ഒറ്റ നല്ലത്. അധികം BJP-ക്കാരെ കുറ്റം പറഞ്ഞു നടന്നാല് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. ഒരു കാര്യം പറയാം, BJP-ക്കാരെ കുറ്റം പറയാൻ പാടില്ല ഒരിക്കലും. പറഞ്ഞാല് അത് ഇനി ഫോൺ നമ്പർ ഉണ്ടോ? എടാ, ഈ മൂക്കീത്തെ രോമത്തിന്റെ വില പോലും നിനക്ക് ഞാൻ കൽപ്പിക്കുന്നില്ല. ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നീ എടപ്പാളിലോട്ട് വാ. നിന്റെ കൂട്ടുകാരെ സംഘികളെ എടപ്പാളിൽ അടിച്ചോടിച്ച സഖാക്കന്മാരിൽ ഒരാളാണ് ഞാൻ. അതാദ്യം നീ മനസ്സിലാക്കുക. ഷിഹാബ് എന്നൊരു അപരനാമോ, ഞാൻ അവന്റെ പ്രൊഫൈൽ കയറി നോക്കി, ഈ ഒരു സാധനം പറയാൻ വേണ്ടി മാത്രമായിട്ട് ഓൻ കയറി ഉണ്ടാക്കിയതാണ്. ഇതെന്ന് കാണുമ്പോൾ മുസ്ലിമായിട്ടൊരാള് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ ഒരു സാധനം കിട്ടില്ല, അതിനുവേണ്ടി ചെയ്തായിരിക്കും. എന്റെ മൂക്കിലെ രോമത്തിന്റെ പോലും വില നിനക്ക് ഞാൻ കൽപ്പിക്കുന്നില്ല. ഇനി ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ മറ്റുള്ള സംസാരിക്കാനുണ്ടല്ലോ. ചാണകത്തിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തതാണ് പഠിപ്പിച്ചുതരാം. ചാണകത്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ അധിക്ഷേപിക്കുന്നുണ്ട്. ചാണകത്തിന്റെ ഗുണം എന്താണെന്ന് അവർക്കറിയാം. അറിയോ? ചാണകത്തിന്റെ പവർ എന്താണെന്ന് അവർക്ക് അറിയില്ല. അവർ പേടിയായതുകൊണ്ട്, അതായത് ഇവിടെ വന്ന് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള പേടി. അവർ വിമർശിക്കുകയോ അല്ല എന്താ വേണമെങ്കിലും ചെയ്യട്ടെ. അതാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. നമ്മുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞതിന് ശേഷം പിന്നീട് അഭ്യർത്ഥിക്കാൻ വരുമ്പോ അവർ പ്രതികരിക്കട്ടെ. എന്റെ പൊന്നമ്മച്ചി, ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ചാണകത്തിന്റെ ഗുണനിലവാരം അറിയാം. ചാണകം ഇടേണ്ട സ്ഥലത്തേ ഞങ്ങൾ ഇടുന്നുള്ളൂ. എവിടെയാണ് ഇടുന്ന അറിയോ? ചെടിക്ക് വളമായിട്ടാണ് ഇടുന്നത്. അല്ലാതെ ഇപ്പൊ കാണിക്കുന്നത് പോലെ ഒരു ഊളത്തരവ് ഞങ്ങൾ കാണിക്കാറില്ല. കണ്ടോളൂ. പൂനെയിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ നമസ്കരിച്ച സ്ഥലം ചാണകത്താൽ ശുദ്ധീകരിച്ചു ഒരു BJP MP. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നടക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളിപ്പോ കണ്ടത്. ഇനി ചാണകം അല്ലെ, ചാണകത്തിന്റെ വില ഒന്ന് കാണിച്ചു തരാം. ചാണകത്തിൽ കിടന്ന് കളിക്കാതെ ഉറുമ്പൻ. ചാണകം എന്ന് പറഞ്ഞാൽ തിങ്ങിന് വളമായിടുന്ന സാധനമാണ്, അല്ലാണ്ട് തലക്ക് വളമായിടുന്നതല്ല. വല്ലാത്തിയതികളല്ലേ. എവിടെ വളമിടുന്നത്? തെങ്ങിന് വളമിടുന്ന സാധനമാണ്, അതല്ല. ഓ, ഇത് കാണിക്കാൻ മറന്നു, കണ്ടോളിങ് ട്ടാ. കൂട്ടുകാരെ, ചാണക സാൻഡ്വിച്ച് നോക്കിയേ. ഇതാണ് മോദിജി സ്വപ്നം കണ്ട ഇന്ത്യ. വിശന്നാലും ഗോമാതാവിന്റെ അപ്പിടുത്ത് കഴിച്ചോളാൻ പറഞ്ഞേ. വോട്ടിംഗ് മെഷീൻ ആരും സംശയിക്കരുത് കേട്ടോ. വല്ലാത്തതില്ലേ. നിങ്ങൾക്കാണോ ഞങ്ങൾ അവസരം തരേണ്ടത്? നിങ്ങൾക്ക് അവസരം തന്നാ ഞാൻ പറയുന്നില്ല, നാട് കുട്ടിച്ചോറാവൂലോ. ഇപ്പൊ യോഗി ആദിത്യനാഥ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുഴുവൻ ചാണകത്തിന്റെ പെയിന്റ് അടിക്കണം. ഏതോ ഒരു എഞ്ചിനീയറിംഗ് കോളേജിന് ചുമര് മുഴുവൻ ചാണകം കൊണ്ട് തേച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ചർച്ചയായ വിഷയമാണെന്നുള്ളതാണ്. അത്രയേ ബോധമുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ചാണകമാണ് മെയിന്. അതേപോലെ തന്നെ മറ്റു ചെങ്ങയുടെ പേരെന്താണ്? കൃഷ്ണകുമാർ. ചാണകം, ഞാനും ചാണകം, നീയും ചാണകം, ഓനും ചാണകം, നമ്മളെല്ലാവരും ചാണകങ്ങളാണ്. അതും ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അയാൾക്ക് എന്തോ ഒരു സാധനം, കേന്ദ്ര ഗവൺമെന്റ് എന്തോ ഒരു സിനിമയുടെ എന്തോ ഒരു ഉത്കണ്ഠത്തിന്റെ ചൽകൃതത്തിന്റെ ചാണകം എന്തോ കൊടുത്തിട്ടുണ്ട് ആൾക്ക്. അങ്ങനെ എന്തോ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഇവരിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അത് വേറെ കാര്യം. തലക്കകത്ത് ഒന്നും ഇല്ലാത്ത ആളുകളായത് കൊണ്ടങ്ങ് പോട്ടെ. ഇനി എന്റെ പൊന്നുമക്കളെ ഞെട്ടിക്കുന്ന മഞ്ഞൾ ചേച്ചിയുടെ ഒരു കാര്യം നിങ്ങൾ അറിയണം. മഞ്ഞൾ ചേച്ചി പ്രോട്ടീൻ പൗഡർ അടിക്കുന്ന കഥ നിങ്ങൾക്ക് അറിയോ? എന്തിനാന്നറിയോ? കേക്കി. ശബരിമല വിഷയത്തിൽ നിരാഹാരം കിടക്കുമ്പോൾ വെളുപ്പിനെ തന്നെ ഫ്ലാസ്കിനകത്ത് പ്രോട്ടീൻ പൗഡറും കലക്കി കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് കുടിപ്പിച്ചിട്ടാണ് നിരാഹാര പന്തലിലേക്ക് ഇരുത്തിക്കൊണ്ടിരുന്നത്. ഈ പൂന്തുറ ശ്രീകുമാറാണ്. എനിക്ക് നല്ല വ്യക്തമായിട്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ആ സമയത്ത് ഉള്ള ആ പുള്ളിയിൽ കൂടെയാണ് പുള്ളിക്കാരി അതുപോലെ ഓരോ ജില്ലകളിലും കഴിയുന്ന ജില്ലകളിൽ അവരുടെ പക്ഷം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. പ്രോട്ടീൻ ഫുഡ് അങ്ങനെ കൊണ്ടുപോയി അവരെന്തോ പ്രോട്ടീൻ പൊടി ഫ്ലാസ്കിൽ കലക്കിയാണ് കൊണ്ടുവന്ന് കുടിപ്പിക്കുന്നത്. നീ ഇന്ന് പാലക്കാട്ട് ആ പിഷാരടിയെ തടഞ്ഞ സിന്ധു എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ അന്ന് അവിടെ ഇരിക്കുമ്പോൾ പറഞ്ഞു, ഇത് പ്രോട്ടീൻ പൊടിയാണ്, രാവിലെ ഇത് കുടിച്ചിട്ടാണ് നിരാഹാരത്തിന് ഇരിക്കുന്നത്, അത് പൂന്തുറ ഫ്ലാസ്കിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അതാണെന്നൊക്കെ. എന്റെ പൊന്നു ചേച്ചി, ഏതാണ് ആ പ്രോട്ടീൻ പൗഡർ? രാവിലെ മുതൽ വൈകുന്നേരം വരെ കിട്ടുന്ന പവർ കിട്ടുന്ന പ്രോട്ടീൻ പൗഡറോ? കാലങ്ങളായിട്ട് ജിമ്മിൻ പീടി പോണ ഒരാളടിച്ച് ഒന്നും ശരിയാവണമെന്നില്ല. പണ്ടാറോ ഏത് പൗഡർ കഴിക്കണ്? നമ്മൾ നാടൻ മുട്ട 10 മുട്ടയും കഴിക്കും, പിന്നെ കുറച്ച് ചിക്കൻ കുത്തി കയറ്റും, ഇത്രേ ഉള്ളൂ. എന്നാലും എന്റെ പൊന്നു ചാച്ചി, ഏതാണ് ആ പൗഡർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. വൈകുന്നേരം വരെയൊക്കെ എനർജി കിട്ടുന്ന പൗഡറോ? എന്തായാലും കൊള്ളാം. കഴിഞ്ഞില്ല കേട്ടോ. ഇനി നമ്മുടെ പ്രായം കുറഞ്ഞ സംഗീ ചേച്ചി. കേന്ദ്ര സർക്കാർ മെജോറിറ്റി കാര്യങ്ങളും ചെയ്യുന്നു, അത് മൊത്തത്തിൽ കേരള സർക്കാരാണ് ചെയ്യുന്നത് എന്ന് അവർ പറയുന്നത് ശരിയല്ല. ഇപ്പോൾ ഞാൻ ചേട്ടന് ഒരു എന്താ പറയുക ഒരു 1000 രൂപ തന്നു, ചേട്ടൻ്റെ കയ്യിൽ ചേട്ടന് വേറൊരാൾക്ക് ഒരു 1500 രൂപയായിട്ട് കൊടുത്തു. അപ്പൊ അതിൽ മെജോറിറ്റി ഷെയർ ഇട്ടത് ചേട്ടനാണോ ഞാനാണോ? ചേട്ടനോട് പറയാണ്, ഞാൻ ദേ നിനക്ക് 1500 രൂപ എന്റെ കയ്യിൽ നിന്ന് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ശരിയല്ല, വളരെ മോശമാണത്. അതെന്ത് പരിപാടിയാണ്? അങ്ങനെ എന്തെങ്കിലും ഇവിടെ പിണറായി സർക്കാർ ചെയ്യുന്നുണ്ടോ?
പക്ഷെ വേറൊരു സാധനം കേട്ടിരുന്നല്ലോ ചേച്ചിയെ, അതായത് നമ്മൾ വീട് വെക്കാൻ എത്ര 75,000 രൂപ തരും, ബാക്കി 2.5 ലക്ഷം നിങ്ങൾ കൊടുത്തോളും, പക്ഷെ 75,000 രൂപ തരുന്ന ഞാനായതുകൊണ്ട് എന്റെ താടി ഫോട്ടോ ഓരോ വീടിന്റെ മുന്നിൽ വെക്കണമെന്നോ. പിന്നെ എന്താണ് സെൽഫി പോയിന്റ് വെച്ചിട്ട് അരിയൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് തരുന്ന സാധനമാണ്, പക്ഷെ അതിന്റെ ബാക്കി 30% നിങ്ങൾ കൊടുക്കണം. എന്നാലും എന്റെ ഫോട്ടോ സെൽഫി പോയിന്റ് ആക്കിയിട്ട് റേഷൻ കടയിലവിടെ വെക്കണം എന്ന് പറഞ്ഞ അപ്പൂപ്പനെ കുറിച്ചിട്ടല്ലേ ചേച്ചി പറഞ്ഞതേ? മുഴുവനായിട്ട് തരിക, മുഴുവനായിട്ട് തന്നിട്ട് പറയണമെങ്കിൽ ഓക്കെ. അവിടുന്ന് കേന്ദ്രത്തിന് മുഴുവനായിട്ട് എന്ത് തേങ്ങ തന്നിട്ടുള്ളത്? വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് പോലും നമുക്കിട്ട പണി എന്നാണ്. തന്ന അരിക്കൊക്കെ തിരിച്ച് കായ് വാങ്ങിയതാണ് എന്റെ പൊന്നു ചാച്ചി. ഇതൊക്കെ വല്ല ബോധം ഉണ്ടാ? എവിടുന്നാണ് ഈ പൈസയുടെ കണക്ക് കിട്ടിയത്? അല്ല, അതിൽ 1000 രൂപ ഇട്ടത് ആരാ? ഞാൻ. ഇവിടെ ഇത് ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ മനസ്സിലാവാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെയാണ്. അല്ല, ആ 1000 റുപ്യ എവിടെ? 50 റുപ്യക്ക് പെട്രോള്, പിന്നെ 15,000 രൂപ ബാങ്കില്. അല്ല, ആ 1000 റുപ്യ എവിടെ ചേച്ചിയെ? ഇതന്നെ ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞോളൂ, ഉദാഹരണം തന്നെ പറയാറുള്ളൂ. BJP എന്തെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടോ? ഒന്നും നടപ്പിലാക്കിയിട്ടുണ്ട്, അത് നല്ല 1.5 വർഗീയതയാണ്. അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കേന്ദ്രം നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു അവരും ഹെൽപ്പ് ചെയ്തു എന്നെങ്കിലും പറയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചെന്നെങ്കിലും പറയാമായിരുന്നു. ഇതുവരെ ചെയ്യുന്ന എന്താ? ഹൈവേ മൊത്തം പണിതത് അവരാണ്, അല്ലെങ്കിൽ എന്താ റേഷൻ മൊത്തം അവർ തരുന്നതാണ്. അല്ല, നിങ്ങൾ റേഷൻ കടയിൽ എന്തെങ്കിലും പോയിട്ടുണ്ടോ? ചോദിക്കുക, എന്നാലേ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ എന്നുള്ളതാ. റേഷൻ കടയിലും പോയിട്ടുണ്ടാവൂല. അതേപോലെ തന്നെ NH-66 കുറിച്ചിട്ട് ഒരു ബോധവും ഇല്ല. കേന്ദ്രം ഇങ്ങോട്ട് തരുന്നത് നമ്മുടെ നികുതി പണം, GST ഒക്കെ നല്ല പിടിയുണ്ടോ പൊന്നമ്മച്ചി? 41% പോണത്. നമ്മളേക്കൊന്ന് പിരിച്ചെടുക്കുന്ന നികുതി പണത്തിന്റെ 40% നമുക്ക് തരുന്നുള്ളൂ. അപ്പൊ നമുക്ക് അവകാശപ്പെട്ട ബാക്കി 60% എവിടെ പൊന്നു പെങ്ങളെ എവിടെ? ഓ, ഗുജറാത്തിൽ കക്കൂസ് ഉണ്ടാക്കാൻ കൊടുത്തതാണല്ലേ, ആ കൊടുക്ക്. അവിടെ ആകെ തീട്ടപ്പറമ്പാണ്, നടക്കാൻ വയ്യ, മാറിയിട്ട് വയ്യാന്നൊക്കെ പറഞ്ഞേക്കുന്നത്, എന്ന് അവിടേക്ക് കൊടുത്തു, കുഴപ്പമില്ല. പക്ഷെ ഒക്കെ കേരളത്തിന് വാരിക്കോരി തരിക എന്നുള്ള ചേച്ചി പറയുന്നേ. ബാക്കി 60% കൂടി ഒരു കണക്ക് ചേച്ചി ഉണ്ടാക്കി തായ കേട്ടോ. ഇനി നരേന്ദ്രമോദിയെ കൊണ്ട് പൊറുതിമുട്ടി അവിടുത്തെ ജനങ്ങൾ പറയുന്ന, അവിടുത്തെ സന്യാസിമാരൊക്കെ പറഞ്ഞാണെന്ന് കേൾക്കാം. पार्टी खत्म हो जाएगा हिंदुस्तान से। 29 में दपोसलाबाजी नहीं चलेगा। अच्छे दिन कब आएंगे? अच्छे दिन मोदी जी आने के बाद में देश स्वाहा हो रहा है. അത്രേ ഉള്ളൂ. നരേന്ദ്രമോദി എന്ന് അധികാരത്തിൽ വരുന്നോ അതിനുശേഷം മാത്രമേ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ എന്നാണ് അച്ചാദിനാവുക? ഇവിടെ അച്ചാദിനും ചില തേങ്ങാദിനും ഇല്ല. വെറുതെ പറയുമ്പോ എന്തും പറയാലോ. പിന്നെ നമുക്ക് കിട്ടുന്ന കായ് നമ്മുടെ നികുതി പണം തന്നെയാണ്. അതിന്റെ പൊന്നു പെങ്ങന്മാരെ, എന്റെ BJP-ക്കാരെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ ചെങ്ങായി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് മുസ്ലിം ഇതാണ്, ക്രൈസ്തവൻ ഇതാണെന്ന് തന്നെ ആളുകൾ പറയാൻ തുടങ്ങിയത്, അല്ലെ? കൂടത്തോളത്ത് കൈയിട്ട് നടന്നിരുന്നവരുടെ ജാതി മതം നമ്മൾ എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഈ ടീം വന്നതിന് ശേഷം നമ്മൾ നിരന്തരം കേട്ടോണ്ടിരിക്കുന്നില്ലേ? അതാണ് ഇവരുടെ ഒരു ക്വാളിറ്റി. ഹിന്ദു രാജ്യം, തേങ്ങാക്കല, മാങ്ങാത്തലി. നീ ഏതാ? നീ ജനിച്ച നിന്റെ അപ്പനെ മാറ്റൂ. നീ എനിക്ക് സൗകര്യമില്ല. വർത്താനം പറഞ്ഞു ഇങ്ങനെ കുറെ ഉണ്ടേ ഈ ഇത്തിക്കണ്ണിയായിട്ട് ഗുണമില്ലാത്തവന്മാര്. മാന്യമായിട്ട് ഇറങ്ങി വന്നത്, മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റേ ഉടനെ മറ്റു വർത്താനം പറയാവോ? ഒരു വലിയ മാന്യം വന്നിരിക്കുന്നു. നിന്നൊക്കെ നാട്ടുകാരെന്താ വിളിക്കുന്നറിയാം. ഞാനിവിടെ പറയുന്നില്ല. പൊതു കക്കൂസ് വേറെന്തോ ഒരു സാധനം കൂടി പറയുന്നുണ്ട്. പറയിപ്പിക്കല്ലേ. തന്തപ്പിടി ആയില്ലടാ. ഒന്നല്ലെങ്കിൽ ഒരു മൂലയിൽ 200 രൂപ നിനക്ക്. ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കലടേ. അച്ഛൻ ഒരുപാട് ഉണ്ടാക്കി തന്നിട്ടില്ലേ, അത് നക്കിയൊരു മൂലയിൽ ഇരിക്കടേ. വേറെ ജനങ്ങളെ ഉപദ്രവിക്കലടാ. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ ജീവിച്ച് പൊക്കോട്ടടാ. തന്തേനെ മാറ്റിയോടാന്ന് നീ ചോദിച്ചില്ലേ? നിന്നോട് അങ്ങോട്ടാ ചോദിക്കാനുള്ളത്. ഇങ്ങനെ മാറ്റി പറയുന്ന നീ കണക്കാണ്, അഖിൽമാരും കണക്കാ. മാറ്റി പറയുന്ന മിടുക്കന്മാരാണ്. കൊള്ളാം, അടിപൊളി. ഇനി നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് ചായ കുടിക്കുന്ന ആളുകളുണ്ടോ? പാൽ ചായ നിങ്ങൾക്കുള്ളതാണ്. ആദ്യം കാണു, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താ സാധനം. जो व्यक्ति चाय पीता है, मैं खुले शब्दों में कह रही हूँ, मुझे कोई शर्म नहीं है, किसी भी प्रकार का कोई भय नहीं है और कोई संकोच भी नहीं है कि जो लोग चाय पीते हैं वो गोहत्यारे हैं। उनमें और कसाईयों में बिल्कुल भी अंतर नहीं है। कई लोग कहते हैं माँ तो दुखन लग जावे। अरे दुख जाएगा 2 दिन, थोड़ा खुद पे कंट्रोल रखो। चाय जब नहीं पीते थे तब भी जिंदा थे हमारे पूर्वज, कोई मर गए क्या? और आज भी बहुत सारे लोग चाय नहीं पी रहे हैं, तो क्या हुआ उनके साथ में? वो कोई मर थोड़ी गए हैं, वो भी आपसे ज्यादा दुगुना ही काम कर रहे होंगे मेरे भाई बहनों। इसीलिए 2 दिन सिर दुखे तो दुखे, 2 दिन माथो दुखे तो दुख जावे, और मैं तो कहूँ फट भी जावे तो चिंता करने की जरूरत नहीं। लेकिन आपकी वजह से अगर कहीं गौ हत्या हो रही है तो ऐसा पाप कभी माथे पर नहीं लेना चाहिए। इसलिए चाय का सेवन बिल्कुल नहीं करना चाहिए। चाय छोड़ दीजिए मेरे भाई बहनों, बहुत गंदी वस्तु है। ഒരു ദിവസം ചാച്ചി ഇങ്ങനെ നടന്നു പോണ സമയത്തെ 2 ആൾക്കാർ ചായ കുടിക്കുന്ന ഇങ്ങനെ കണ്ടത്രേ.
അപ്പൊ അവര് കുടിക്കുന്ന ശബ്ദം ഇന്ന സൗണ്ട് അത്ര കേട്ടത്. അത് കേട്ടപ്പോ മുപ്പത്തിരിക്ക് അങ്ങനെ സങ്കടമായി എന്നാ പറയുന്നത്. അതായത് പശുവിന്റെ പാല് കുടിക്കുന്നതും പശുവിനെ അറക്കണേന് തുല്യാന്നാ പറയുന്നത്. ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ സംഗിണി, നിങ്ങൾ ഈ പശുവിനെ ഗോമാതാവ് എന്ന് വിളിക്കുക, നിങ്ങൾ ഈ പശുവിനെ ഗോമാതാവ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ പാല് നമ്മൾ കുടിക്കാറുണ്ട് ചെറുപ്പം മുതൽ അല്ലെ. ഒരു ഏജ് ആയി കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ പാലല്ല പശുപ്പാലാണ് കുടിക്കാറ്. അതുകൊണ്ട് തന്നെ അമ്മ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് പശുവിന് കൊടുക്കുക, രണ്ടാനമ്മ. പിന്നെ പശുവിന്റെ പാൽ എല്ലാവരും കുടിക്കാറുണ്ട്, ചായ ആയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുടിക്കാറുണ്ട്. അതുകൊണ്ട് അത് ഗോമാത, അതാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അതിനെ അറക്കാൻ പാടില്ല എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ മച്ചി പശുക്കൾ അറക്കാറുണ്ട്, നമ്മളെല്ലാവരും തിന്നാറുണ്ട്, അത് വേറെ കാര്യം അവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ പശുവിന്റെ പാല് കുടിക്കാൻ പാടില്ല, പകരം ചാണകം തിന്നാം, പിന്നെ ഗോമൂത്രം കുടിക്കാം. അതായത് അതിന്റെ വിസർജ്യം നിങ്ങൾ കുടിക്കുക, തിന്നുക, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ പശുവിന്റെ പാല് കുടിച്ചു കഴിഞ്ഞാൽ അത് പശുവിനെ അറക്കുന്നതിന് തുല്യെന്നാ പറയുന്നേ. ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും ചിരിക്കരുത്. ഇന്ന് പശു, പിന്നെ പോത്ത്, പിന്നെ മീന്, നാളെ പോർക്ക്, പന്നി, ഇതിനൊന്നും തിന്നരുതെന്ന് പറയും. അതുകൊണ്ട് ഇമാതിരി ഉത്തരം കാണുമ്പോ അത് അവന്റെ അല്ലേ എന്റേതല്ലല്ലോ എന്ന് പറഞ്ഞ് മിണ്ടാതെ മാറിയിരിക്കരുത്. ജനാധിപത്യ രാജ്യമല്ലേ, നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, മൗലിക അവകാശങ്ങൾ ഉപയോഗിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാനിവിടെ തൊണ്ട കീറി സംസാരിച്ചു കൊണ്ടിരിക്കും, ചാവുന്നത് വരെ സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് നാട് കുട്ടിച്ചോറാവണത് കാണാൻ പറ്റൂല, അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. പരമാവധി ഷെയർ ചെയ്തോളും, ഹൈപ്പ് ചെയ്തോളും, കമന്റ് ചെയ്തോളും. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.